നിലാക്കീറിലേക്ക് സ്വാഗതം. അവൻ ഒരുപാട് കഴിവുകളുള്ള ഒരു യുവാവായിരുന്നു. ലോകമറിയുന്ന ഒരാളായി അവൻ മാറുമെന്ന് ഗ്രാമത്തിലെ എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷേ ഒരു രാത്രിയിൽ ആ ഗ്രാമത്തിൽ കലാപമുണ്ടായി. പ്രത്യേക സാഹചര്യത്തിൽ അവനത് പോലീസിനെ അറിയിക്കേണ്ടി വന്നു. അങ്ങനെ കുറേയധികം പേർ ജയിലിലായി. അവനും ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു. നീണ്ട നാളത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ അവനെ ഗ്രാമവാസികളെല്ലാം ഒറ്റുകാരനെന്ന് വിളിച്ചു. അങ്ങനെയാണ് വഴിയരികിൽ കണ്ട ഒരു ദേവാലയത്തിലേക്ക് അവൻ കയറി ചെന്നത്. രാത്രിയായിട്ടും ഇറങ്ങിപ്പോകാതെ ദേവാലയത്തിനുള്ളിൽ തന്നെ ഇരുന്ന അവനരികിലേക്ക് വൃദ്ധനായ ഒരു പുരോഹിതൻ ചെന്നു. അദ്ദേഹം അവനോട് ഇങ്ങനെ പറഞ്ഞു: നിന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് പറയാം, നീ ചെയ്ത തെറ്റിനേക്കാളും വിലയുള്ളവനാണ് നീ. ആ വാക്കുകൾ അവനെ ആശ്വസിപ്പിച്ചു. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവിതം തിരിച്ചു പിടിക്കാൻ അത് സഹായിച്ചു. സുവിശേഷത്തിലും സമാനമായ സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എന്തു ചെയ്യണമെന്ന് ചോദിച്ച് നിയമജ്ഞരും ഫരിസയരും ചേർന്ന് യേശുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് സന്ദർഭം. യഹൂദ നിയമം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാവുന്നവളാണ്. കടുത്ത അവഹേളനവും അതിനൊടുവിൽ സംഭവിക്കുന്ന മരണവും പ്രതീക്ഷിച്ച് ആ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന അവൾ കണ്ടത് 4 അതിശയങ്ങളായിരുന്നു. ചെയ്തുപോയ പ്രവൃത്തിക്കപ്പുറം തനിക്ക് വിലയുണ്ടെന്നറിഞ്ഞതാണ് അവൾ കണ്ട ഒന്നാമത്തെ അതിശയം. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ തടവുകാരാണ് പൊതുവെ മനുഷ്യർ. ഒരാളുടെ പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അയാളെ വിലയിരുത്തുന്നത്. അവളെ സമൂഹം നോക്കിയതും അങ്ങനെ തന്നെയായിരുന്നു. നമ്മയും പലരും അങ്ങനെ നോക്കിയിട്ടുണ്ടാകും. പരാജയങ്ങൾ വെച്ച് നമ്മെ വിലയിരുത്തിയിട്ടുണ്ടാകും. പക്ഷേ ദൈവം അങ്ങനെയല്ല എന്ന് സുവിശേഷം പറഞ്ഞു തരുന്നു. ആ സ്ത്രീയുടെ കഴിഞ്ഞ കാലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് യേശു പറയുന്നു: നിൻ്റെ ഭൂതകാലത്തിൻ്റെ പേരിൽ ഞാൻ നിന്നെ വിധിക്കുന്നില്ല. അപ്പോഴാണ് തൻ്റെ പ്രവൃത്തികൾക്കും അപ്പുറം തന്നെ വിലമതിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് അവൾ അറിഞ്ഞത്. അതായിരുന്നു പാപിനെ അനുഭവിച്ച ഒന്നാമത്തെ അതിശയം. ശിക്ഷകർ രക്ഷയിലേക്കുള്ള വഴികാട്ടികളായി മാറിയതാണ് രണ്ടാമത്തെ അതിശയം. യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് ഫരിസേയരും നിയമജ്ഞരും ആ സ്ത്രീയെ അവന് മുന്നിൽ എത്തിച്ചത്. അവളെ മോചിപ്പിക്കാൻ അവൻ ശ്രമിച്ചാൽ മോശയുടെ നിയമത്തെ ലംഘിച്ചുവെന്ന് അവർക്ക് പറയാൻ കഴിയും. ശിക്ഷയ്ക്ക് വിട്ടുകൊടുത്താൽ കരുണയെക്കുറിച്ച് യേശു പഠിപ്പിച്ചതൊക്കെയും ചോദ്യം ചെയ്യപ്പെടും. എന്താണെങ്കിലും ആ സ്ത്രീയെ സംബന്ധിച്ച് മരണം ഉറപ്പായിരുന്നു. മരണത്തിലേക്കാണ് അവർ അവളെ വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. പക്ഷേ അവൾ അവിടെ കണ്ടത് ജീവൻ നൽകുന്നവനെ ആയിരുന്നു. അവളെ ശിക്ഷിക്കാൻ വെമ്പിയ ആൾക്കൂട്ടം അവളെ എത്തിച്ചത് രക്ഷകൻ്റെ മുമ്പിലായിരുന്നു. ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ദുരന്തമെന്നു കരുതിയ സന്ദർഭങ്ങൾ കൃപയിലേക്കുള്ള വാതിലായി മാറിയേക്കാം. ശത്രുക്കളെപ്പോലും തന്നിലേക്ക് നയിക്കുന്ന വഴിയായി ദൈവം മാറ്റിയേക്കാമെന്നത് മറ്റൊരതിശയമാണ്. അവൾ അനുഭവിച്ച മൂന്നാമത്തെ അതിശയം യേശുവിൻ്റെ മൗനമായിരുന്നു. കുറ്റം വിധിക്കാത്ത അവൻ്റെ നിശബ്ദത ആൾക്കൂട്ടത്തെ വീണ്ടും വിചാരത്തിലേക്ക് നയിച്ചു. അവളെ വിധിക്കാനുള്ള തങ്ങളുടെ അയോഗ്യത അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അക്രമാസക്തരായ ആൾക്കൂട്ടം കല്ലുകൾ ഉപേക്ഷിച്ച് മടങ്ങിയത്. ചില നേരങ്ങളിൽ ദൈവസന്നിധിയിൽ ഉയരുന്ന നിലവിളികൾക്ക് മുന്നിൽ ദൈവം നിശബ്ദനായിരിക്കും. ഒരു ഉത്തരവും ലഭിച്ചെന്ന് വരില്ല. ചിലപ്പോഴത് ഒരു വീണ്ടു വിചാരത്തിലേക്കുള്ള ക്ഷണമായിരിക്കാം. കൊലവിളികളും നിലവിളികളും ഒരുപോലെ പുനരാലോചന അർഹിക്കുന്നുണ്ട് എന്ന് യേശു ആ സന്ദർഭം കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. തന്നെ വിധിക്കാനെത്തിയവരുടെ ആക്രോശങ്ങളെ ശാന്തമാക്കിയ യേശുവിൻ്റെ മൗനം അവളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഒരു പുതിയ തുടക്കത്തിൻ്റെ സാധ്യതയാണ് അവൾ കണ്ട നാലാമത്തെ അതിശയം. ഇല്ലാതായെന്ന് ഉറപ്പിച്ച ജീവിതമാണ് അവളുടേത്. മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് അവൾ നടന്നത്. പക്ഷേ വീണ്ടും തുടങ്ങാൻ ഉള്ള ഒരു സാധ്യത അവൾക്കിപ്പോഴുണ്ട്. എല്ലാം അവസാനിച്ചു, ഇനി സ്വയം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്ന നേരമുണ്ടാകാം. നമ്മെ ജീവനിലേക്ക് വിളിക്കാൻ ദൈവത്തിന് തൻ്റേതായ വഴികളുണ്ട് എന്ന് അവൾ അതിശയത്തോടെ മനസ്സിലാക്കിയതുപോലെ ചിലതൊക്കെ വീണ്ടും തുടങ്ങാൻ കഴിയുമെന്ന് നമുക്കും ജീവിതം തെളിയിച്ചു തന്നേക്കാം. അതുകൊണ്ട് ഒന്നും അവസാനിച്ചുവെന്ന് ഉറപ്പിക്കേണ്ട.
പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അതിശയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.